ജനങ്ങൾക്ക് മൊത്തത്തിൽ വെല്ലുവിളിയായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് ശാശ്വത പരിഹാരവുമായി ജപ്പാനിലെ ഒരു കൂട്ടം ഗവേഷകർ. പരിസ്ഥിതിക്ക് ഭീഷണി അല്ലാത്തതും കടൽ ജലത്തിൽ വളരെ വേഗത്തിൽ അലിഞ്ഞില്ലാതായി തീരുന്നതുമായ പ്ലാസ്റ്റിക് തങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇവരുടെ അവകാശവാദം. പരമ്പരാഗത പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവ കാലാകാലങ്ങളോളം പൂർണ്ണമായി നശിക്കാതെ ഭൂമിയിൽ കിടക്കുമെന്നതാണ്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിന് പെട്ടെന്ന് നശിക്കാനുള്ള കഴിവുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. പരമ്പരാഗത പ്ലാസ്റ്റിക്കുകൾ പ്രകൃതിക്ക് ഉണ്ടാക്കുന്ന ഭീഷണി മനുഷ്യന് സങ്കല്പിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണെന്നും, എന്നാൽ പുതിയ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഇതിൽ നിന്ന് വ്യത്യസ്തമായി മണിക്കൂറുകൾക്കുള്ളിൽ സമുദ്രജലത്തിൽ ലയിക്കുകയും ദീർഘകാല പരിസ്ഥിതി മലിനീകരണം ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് ഗവേഷകർ പറയുന്നു. ജപ്പാനിലെ റൈക്കൻ സെന്റർ ഫോർ എമർജന്റ് മാറ്റർ സയൻസിലെ ഗവേഷകരാണ് സമുദ്രത്തിൽ ലയിക്കുന്ന വിപ്ലവകരമായ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് രൂപകൽപ്പന ചെയ്തത്. ഇത് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മുതൽ മെഡിക്കൽ ഉപകരണങ്ങൾ പോലും പാക്കേജ് ചെയ്യാൻ അനുയോജ്യമാണെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. കൂടാതെ വിഷരഹിത ഘടകങ്ങൾ ഇതിന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഗുണമേന്മയുടെ കാര്യത്തിലും ഈ പ്ലാസ്റ്റിക് ഏറെ മുൻപന്തിയിൽ തന്നെയാണ്. ഭക്ഷ്യവസ്തുക്കളും ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ധൈര്യമായി പാക്ക് ചെയ്യാൻ സാധിക്കും. സമുദ്രജലത്തിൽ മണിക്കൂറുകൾ കൊണ്ട് ലയിച്ച് ഇല്ലാതായി തീരുന്ന ഈ പ്ലാസ്റ്റിക് മണ്ണിലാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നശിക്കുമെന്നും അതിന്റെ വിഘടന പ്രക്രിയയിൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഗവേഷകർ പറയുന്നു. പ്ലാസ്റ്റിക് വിഘടിക്കുമ്പോൾ അത് ജൈവ വസ്തുക്കളായി മാറും. അത് മണ്ണിന് ആവശ്യ പോഷകങ്ങൾ നൽകി സമ്പുഷ്ടമാക്കുകയും മണ്ണിലെ കാർബൺ പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നും ഗവേഷകർ വിശദീകരിക്കുന്നു. ഈ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനമായി ഗവേഷകർ അവകാശപ്പെടുന്നത് അത് വിഘടിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ്.